ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു jaya'srecipes. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര നല്ല സോഫ്റ്റാണ്. നമ്മൾ നല്ല എന്താ പറയുക, പഞ്ഞി പോലത്തെ വെള്ളയപ്പമാണ് ഇത്. രാവിലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി വരെ ഇതേപോലെ തന്നെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 240 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് പച്ചരി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോണ മസൂരി പച്ചരിയാണ്. നിങ്ങൾക്ക് ഏത് പച്ചരി ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി തന്നെ എടുക്കണം. ഈ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിയുടെ ക്വാളിറ്റി നന്നായെങ്കിൽ മാത്രമേ ആ വെള്ളപ്പം കുറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സോണ മസൂരി അരി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടാറുണ്ട്. എടുക്കുമ്പോൾ അധികം പശയില്ലാത്ത അരി എടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് മുന്നേ ഞാൻ ഈസ്റ്റും സോഡയൊന്നും ചേർക്കാതെ ഉള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഇനി നമുക്കിതിലേക്ക് കുതിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ഇത് കുതിർത്താൻ വെക്കണം. കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഈ വെള്ളം നമുക്ക് മാറ്റാം. ഇത് അരച്ചെടുക്കാം. ആദ്യം ജാറെടുക്കുക, മിക്സിയുടെ ജാറെടുക്കുക. ഇതിലേക്ക് ഈ അരി ഇടുക. പിന്നെ ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുതിർത്താൻ വെച്ചിരുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ കുതിർത്തിയ വെള്ളം ഒന്നും കൂടിയും കളയണം. ഇതിലേക്ക് ഇനി ഞാൻ നാളികേരം ചേർക്കുകയാണ്. നിങ്ങൾക്ക് നല്ല വെളുത്ത കളർ വേണമെന്നുണ്ടെങ്കിൽ ആ നാളികേരത്തിൻ്റെ ആ പുറമേയുള്ള ആ ബ്രൗൺ കളറുള്ള പോർഷൻ ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വെളുത്ത നിറത്തിൽ കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏത് കപ്പിലാണ് അരി എടുത്ത് വെച്ചാൽ ആ ഒരു കപ്പിന് ഫുള്ളായിട്ട് പിന്നെ നാളികേരം എടുക്കണം. അപ്പം ഞാനെടുത്ത 2 കപ്പും സെയിം മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ അതാണ് വേറെ കപ്പ് കാണിക്കുന്നത്. പക്ഷെ രണ്ടും സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പം ഇതിന് നിറച്ചും ഫുള്ളായിട്ട് നാളികേരം എടുക്കണം. അങ്ങനെ മീതെ നിൽക്കത്തക്ക വിധത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. നാളികേരം ചേർത്തു. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര വെള്ളം വേണ്ടതെന്ന്. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചോറാണ് ചേർക്കുന്നത്. അപ്പോൾ ചോറ് ഞാൻ ഒരു 12 ടേബിൾ സ്പൂൺ ചോറാണ്. അപ്പോൾ ഏത് അരിയാണ് ഞാൻ അരയ്ക്കാൻ ഉപയോഗിച്ചാൽ ആ അരിയുടെ തന്നെ സെയിം ചോറാണ്. സോണ മസൂരി റൈസിൻ്റെ ചോറ് തന്നെയാണ്. നിങ്ങൾക്ക് കുത്തരിച്ചോറോ ഏത് ചോറ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 12 ടേബിൾ സ്പൂൺ ചോറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ആ ചോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. കാരണം മാവ് കൂടുതൽ ലൂസാവാൻ പാടില്ല. കുറച്ച് തിക്ക് ബാറ്റർ ആയിരിക്കണം. ഇനി ഇത് ഞാൻ ഒരു 9 മണിക്കൂർ പുളിക്കാൻ വേണ്ടി ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 9 മണിക്കൂറിന് ശേഷം നോക്കാം. അപ്പോൾ ഞാനിതൊരു 9 മണിക്കൂറാണ് പുളിക്കാൻ വേണ്ടി വെച്ചത്. ഞാനിത് ഓവർനൈറ്റാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഇതാ മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മാവിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്തിട്ട് പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്യണം മാവിൽ.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അപ്പത്തിൽ കുറച്ച് മധുരമുള്ള അപ്പമായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ ചേർക്കാം. അപ്പോൾ ഈ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മധുരമൊന്നും ഉണ്ടാവില്ല അപ്പത്തിന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പഞ്ചസാര നിങ്ങൾ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ലേശം ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂട് കൂടി പോകരുത്. ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഈസ്റ്റ് ചേർക്കാം. ഡ്രൈ ഈസ്റ്റ് ആകുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട്, ചൂടുള്ള വെള്ളത്തിൽ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് പൊങ്ങാൻ വയ്ക്കണം ഒരു 5 മിനിറ്റ്, എന്നിട്ടേ ചേർക്കാവൂ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ അതൊന്നും വേണ്ട. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അലിയിച്ചെടുക്കണം ഈ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ. എന്നിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അതിന് ആ കറക്റ്റ് ഇഫക്റ്റ് കിട്ടുക. അപ്പോൾ നന്നായിട്ട് അലിയിച്ചെടുത്ത ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് 1 മണിക്കൂർ അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് മാവ് കണ്ടാൽ തന്നെ അറിയാം നല്ല എയറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുക. അപ്പോൾ ഈ ഉപ്പ് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളർ വന്ന് അത് റോക്ക് സോൾട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ ഈ ഉപ്പിൻ്റെ കളർ ഇങ്ങനെ. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ബാറ്ററൊക്കെ റെഡിയായി. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലം നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ മാവ് അരയ്ക്കുന്നതിനോട് കൂടി തന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് പിന്നെ മാവ് അരച്ച് വെച്ചാൽ മതി. നല്ല തണുപ്പുള്ള സമയത്ത് മാത്രം കേട്ടോ. അപ്പം ഞാനിവിടെ താമസിക്കുന്ന ഈ സമയത്ത് നല്ല ചൂടാണ്. ഇപ്പോൾ വിൻ്ററിൽ ഇങ്ങനെയല്ല ചെയ്യുക. സമ്മറിൽ നല്ല ചൂടുള്ള കാരണം 1 മണിക്കൂർ മുന്നേക്ക് ഈസ്റ്റ് ചേർത്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ ബാറ്റർ കട്ടിയുള്ളതാവുമ്പോൾ നമുക്ക് പാനിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പാനിൽ ഉണ്ടാക്കി കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കയ്യിൽ ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അത് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, പാൻ കൂടുതൽ ചൂടാവാനും പാടില്ല, കുറവ് ചൂടാവാനും പാടില്ല. അപ്പോൾ ഇതേപോലെ ഹോൾസ് വന്നതിന് ശേഷം മാത്രമേ അടച്ചു വയ്ക്കാവൂ. നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കിപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡിയായി. ഇനി ഒന്നും കൂടി ഇതുപോലെ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലത്തെ നല്ല അപ്പമാണ്. അപ്പോൾ ഇതിലും കൂടുതൽ ഇനി സോഫ്റ്റ് ആവാനില്ല, അത്രയും സോഫ്റ്റായിട്ടാണ് ഈ അപ്പം ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല പഞ്ഞിയായിട്ടുള്ള അപ്പം റെഡിയായി. ഇനി ഇതേപോലെ തന്നെ വെള്ളപ്പച്ചട്ടിയിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയതിൻ്റെ ശേഷം ഞാൻ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ വെള്ളപ്പച്ചട്ടി കുറേ പഴയ വെള്ളപ്പച്ചട്ടിയാണ്, ഇത് നോൺ സ്റ്റിക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം കൂടുതലായി കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടിയാവും. അപ്പോൾ നിങ്ങൾക്ക് നടു പൊങ്ങി വരണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ മാവ് ഒഴിച്ചിട്ട് ആ നടുവിൽ നിർത്തി കഴിഞ്ഞാൽ അത് നല്ല നടു പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ ഹോൾസ് വന്നതിൻ്റെ ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കൂടുതൽ വിശദീകരിക്കുന്നത് ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഡൗട്ട്സ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം എല്ലാം വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നല്ല പൂ പോലുള്ള വെള്ളപ്പം റെഡിയായി. ഇനി ഇതിലും കൂടുതൽ സോഫ്റ്റ് ആവാനില്ല, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പമാണ്. അപ്പോൾ പിന്നെ ചില ആൾക്കാരൊക്കെ നടു ഇങ്ങനെ പൊങ്ങി വന്നിട്ടുള്ള ആ വെള്ളപ്പമാണ് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ഉണ്ടാക്കാം, മാവ് കൂടുതൽ ഒഴിച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ മാവ് വെച്ചിട്ട് പിന്നെ ആ മാവ് എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നടു കൂടുതൽ പൊങ്ങി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് അതൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.
അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.